ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് ആറ്റിങ്ങര പള്ളിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനു വേണ്ടി കുറച്ച് ബീഫും കുറച്ച് ചിക്കനും നെയ്ച്ചോറും ഇഡ്ഡലിയും സാമ്പാറും ഒക്കെയാണ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കാരണം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കനും ബീഫും എല്ലാം വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഒരു വെളുപ്പിന് ഒരു 4 മണിയൊക്കെ ആയതോടുകൂടി ഞങ്ങൾ എണീറ്റു. ആദ്യം ബീഫ് തയ്യാറാക്കി അത് മാറ്റി വെച്ച ശേഷം പിന്നെ അതായത് ചിക്കൻ്റെ പരിപാടിയിലേക്ക് കടന്നു. സവാളയും ടൊമാറ്റോയും എല്ലാം നമ്മൾ നേരത്തെ എല്ലാം അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസമേ. കാരണം എന്നാലേ എല്ലാം റെഡിയാകത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ബീഫ് റെഡിയാക്കി മാറ്റി വെച്ച ശേഷം ചിക്കൻ കറി ഉണ്ടാക്കിയതിന് ശേഷം ആ ചിക്കൻ കറി ഉണ്ടാക്കിയതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് രാവിലെ വെറും ചായ മാത്രം കുടിച്ചിട്ട് പോകാമെന്നുള്ള രീതിയിൽ ചായ ഉണ്ടാക്കി. പിന്നെ ഇഡ്ഡലിയും സാമ്പാറുമാണ് അടുത്ത ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പം ഇഡ്ഡലി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഈ സമയം കൊണ്ട് തന്നെ ബീഫ് റെഡിയായി, ഞങ്ങളത് മാറ്റി വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് ചിക്കനും റെഡിയാക്കി മാറ്റി വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഇഡ്ഡലിയും സാമ്പാറും ഇഡ്ഡലി റെഡിയാക്കി മാറ്റിയതോടുകൂടി നമ്മൾ ഉച്ചത്തേക്കുള്ള ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് കുറച്ച് സമയം ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ആ ബിരിയാണി അരി കിടന്നിങ്ങനെ തിളക്കുകയാണ്. അത് ഏകദേശം തിളച്ച് വറ്റി വന്നതിന് ശേഷം പിന്നെ അതിന് വേണ്ടിയുള്ള അലങ്കരിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കിയതിന് ശേഷം അതും മാറ്റി വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് സാമ്പാറും എല്ലാം റെഡിയാക്കിയതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് അതപ്പം നെയ്ച്ചോറ്, ഇഡ്ഡലി, സാമ്പാർ, പിന്നെ അത് കഴിഞ്ഞ് ചിക്കൻ, ബീഫ്, പിന്നെ അതുപോലെ തന്നെ സലാഡ്, പപ്പടം, അച്ചാർ അതെല്ലാം ഈ സമയത്തിനുള്ളിൽ തന്നെ റെഡിയാക്കിയായിരുന്നു. ഞങ്ങൾ 4 ഫാമിലിയാണ് പോകാൻ തീരുമാനിച്ചത്. ഞങ്ങളുടെ ഫാമിലിയും എൻ്റെ ബ്രദറിൻ്റെ ഫാമിലിയും പിന്നെ അതുപോലെ എൻ്റെ മകളുടെ ഫാമിലിയും പിന്നെ എൻ്റെ മമ്മി പപ്പായും ഇത്രയും പേരാണ് പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് ഞാനൊന്ന് കുളിച്ച് റെഡിയായിട്ട് വരട്ടെ. അപ്പോഴത്തേക്ക് മക്കൾ ഇതെല്ലാം എടുത്ത് കാറിലേക്ക് വയ്ക്കും. നച്ചു ഇതെല്ലാം എടുത്ത് കാറിലേക്ക് വയ്ക്കേ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 7:30 മണിയോടുകൂടി അവിടുന്ന് തിരിച്ചായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല കേട്ടോ, എല്ലാം കാറിലിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. നല്ല ചെറിയ തണുപ്പും ചെറിയൊരു വെയിലിൻ്റെ ഒരു ഭംഗിയെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ പോയായിരുന്നു. ഏകദേശം ഒരു 7:30 മണിയോടുകൂടിയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഒരു 10 മണിയോടുകൂടി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥലത്ത് ഞങ്ങൾ വണ്ടി നിർത്തിയായിരുന്നു. നല്ലൊരു വ്യൂ ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കുറച്ച് വീഡിയോ എല്ലാം അവിടെ നിന്ന് എടുത്തായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു. നല്ല വൃത്തിയും ഭംഗിയുള്ള നല്ലൊരു സ്ഥലമായിരുന്നു. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് അവിടെ നിന്ന് കുറച്ച് വീഡിയോ എല്ലാം എടുത്തതിന് ശേഷം അവിടെ നിന്ന് പിള്ളേരവിടെ എല്ലാം, അതായത് എൻ്റെ ബ്രദറിൻ്റെ മക്കളുണ്ടായിരുന്നു. അതായത് ഞാൻ പറയത്തില്ലേ ഹംദൂട്ടിയും ഫൈച്ചു, അവർ അവിടെ എല്ലാം കുറച്ച് കിടന്ന് കളിച്ച് ബഹളം വെച്ച് ആറ്റിലൊക്കെ കുറച്ച് ഇറങ്ങി വെള്ളത്തിലൊക്കെ കളിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നൊരു 10 മണിയോടുകൂടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത്. അവിടെ നിന്നൊരു ഏകദേശം 1 മണിക്കൂർ അവിടെ ചിലവാക്കിയെന്ന് തോന്നുന്നു. ഒരു 11 മണിയോടുകൂടി 10:45-11 മണിയോടുകൂടി അവിടെ നിന്ന് തിരിച്ചായിരുന്നു. പക്ഷേ അങ്ങോട്ട് പോകെ ഒരു നല്ല തെങ്ങുംതോപ്പൊക്കെ ഉണ്ട്. എങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ പച്ചപ്പെല്ലാം മാറിയായിരുന്നു. ഭയങ്കര കൊടും വെയിലായിരുന്നു. ഞങ്ങൾ AC ആണ് വണ്ടിയിലെങ്കിലും പുറത്തുള്ളവർക്കെല്ലാം ഭയങ്കര ചൂട് അനുഭവിക്കുന്ന ഒരു രീതിയാണ് കണ്ടത്. ഒത്തിരി ആ പാടത്തൊക്കെ ഒത്തിരി ആടുകളും പശുക്കളും കാളുകളും എല്ലാം മേഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഈ വെയിലത്താൽ പുല്ല് പോലും ഇല്ല, എന്നിട്ടും അവിടെ നിന്നെല്ലാം മേഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. പിന്നെ ഒരു പച്ചപ്പ് പോലും അങ്ങനെ ഇല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല നെൽപ്പാടങ്ങൾ കണ്ടായിരുന്നു. നമുക്ക് നെൽപ്പാടങ്ങളൊന്നും കണ്ണിൽ പോലും കാണാനില്ല ഇപ്പോൾ. മുമ്പ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ആ നെൽപ്പാടം കണ്ടത് തന്നെ ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയപ്പോഴത്തേക്കാണ് കണ്ടത്. ഒത്തിരി കൃഷിക്കാരും ഉണ്ട് അവിടെ. സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ആ പാടത്തിറങ്ങി കിടന്ന് പണിയെടുക്കുവാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഒത്തിരി ദൂരം യാത്ര ചെയ്തു. ഏകദേശം ഒരു 11 മണിക്ക് ഞങ്ങളവിടെ നിന്ന് അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 11 മണിക്കാണ് തിരിച്ചതെന്നുണ്ടെങ്കിലും ഒത്തിരി നല്ല വ്യൂസ് എല്ലാം കണ്ട് ഈ നെൽപ്പാടങ്ങളും പിന്നെ അല്ലാതെ തെങ്ങിൻ തോപ്പുകളും പിന്നെ കാറ്റാടി യന്ത്രങ്ങളും അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഒത്തിരി ദൂരം സഞ്ചരിച്ച് ഏകദേശം ഒരു 12:30 മണിയോടുകൂടിയാണ് ഞങ്ങളിവിടെ പള്ളിയിലെത്തിയത്. അപ്പം പള്ളിയിൽ പോകണമെന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. കാരണം അവിടെ 2 പേരെയാണ് അടക്കം ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്.
എന്ത് കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ചാലും അത് ഏകദേശമൊക്കെ സാധിക്കുമെന്നുള്ള ഒരു അറിവാണുള്ളത്. ഓരോരുത്തരുടെ വിശ്വാസമാണ്. പിന്നെ ഞങ്ങൾ പള്ളിയോട് അടുത്തെത്താറായപ്പോഴത്തേക്കും പിന്നെ ഒരു പച്ചപ്പൊന്നും അധികം ഇല്ല. എല്ലാം ഈ മുള്ളുചെടികളും പിന്നെ മരുഭൂമി പോലത്തെ ഒരു സ്ഥലമാണ് പിന്നെ കാണാൻ കഴിഞ്ഞത്. എങ്കിലും അതൊരു പ്രത്യേക ഭംഗിയുണ്ട്. നല്ല വൃത്തിയുള്ള അന്തരീക്ഷമാണ്. തമിഴ്നാടാണെന്നുണ്ടെങ്കിലും നല്ല വൃത്തിയുള്ള അന്തരീക്ഷമാണ്. ചെറിയ ചെറിയ മാവിൻ തൈകൾ, ആ മാവിന് നിറച്ച് പൂക്കളും കായ്കളും എല്ലാം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറേ ദൂരം ഞങ്ങളിങ്ങനെ പോയതിന് ശേഷം ഇടയ്ക്ക് വണ്ടികൾ നിർത്തിയായിരുന്നു. ഞങ്ങൾ 3 വണ്ടിയിലാണ് പോയത്, 3 കാറിലായിട്ടാണ് പോയത്. ഇടയ്ക്ക് കാറ് നിർത്തി പിള്ളേർക്ക് പുറത്തൊക്കെ ഇറങ്ങി കളിക്കണമെന്നൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തൊക്കെ വണ്ടി നിർത്തിയായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് എല്ലാം കഴിച്ചു. നല്ല എൻജോയ് ചെയ്താണ് പോയത്. പിന്നീട് ആ കേരളത്തിൻ്റെ പച്ചപ്പെല്ലാം കംപ്ലീറ്റ് അങ്ങ് മാറിയായിരുന്നു. പിന്നെ ഒരു പക്ക തമിഴ്നാട് ചുവ അത് വന്നായിരുന്നു. ആ രീതിയിൽ ഇങ്ങനെ കുറേ ദൂരം പോയി. പക്ഷേ ഞങ്ങൾ ഇവിടെ ഈ കേരളത്തിലെ പോലെ അടുത്തടുത്തൊന്നും വീടുകളൊന്നുമില്ല. ഒരു വീട് കഴിഞ്ഞ് ഏകദേശം കുറേ സ്ഥലങ്ങൾ വെറും തരിശു ഭൂമിയായിട്ട് കിടപ്പുണ്ട്. അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ വീണ്ടും അടുത്ത ഒരു വീട് വരുന്നത്. പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. അത് കഴിഞ്ഞ് കുറേ ദൂരം ഞങ്ങൾ യാത്ര ചെയ്തു. ആ പള്ളിയുടെ അടുത്ത് ഏകദേശം 12:30 മണിയോടുകൂടി പള്ളിയിലെത്തിയായിരുന്നു. പള്ളിയിലെത്തിയപ്പോൾ അതിന് ചുറ്റും പള്ളിക്കകത്ത് തന്നെ കുറേ ആടുകളിങ്ങനെ അവിടെ മേഞ്ഞ് നടക്കുന്നുണ്ട്. അതിന് കഴുത്തിൽ കയറൊന്നും കെട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പുറത്ത് ഒരു കുളം പോലത്തെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. അവിടുന്ന് ഒളു എടുത്തിട്ട് പള്ളിക്കകത്ത് കയറി. പക്ഷേ ഞാൻ അതിനകത്തുള്ള വീഡിയോ എടുക്കുന്നില്ല. അവിടെ കയറി അവിടുന്ന് യാസീനെല്ലാം ഓതിയതിന് ശേഷം അവിടുന്ന് കുറച്ച് ഞങ്ങൾ കൊണ്ടുപോയ കാണിക്കയെല്ലാം അവിടെ ഇട്ടതിന് ശേഷം അവിടുന്ന് തിരിച്ചു. അപ്പം ഞങ്ങൾ ഉച്ചത്തേക്കുള്ള ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കന്യാകുമാരിയാണ് ഞങ്ങൾ അടുത്ത പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ പോകുന്ന വഴി നല്ലൊരു പ്ലേസ് കണ്ടപ്പോൾ അവിടെ ഇറങ്ങി ഞങ്ങൾ ഫുഡും കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞ് കന്യാകുമാരി ട്രിപ്പ് ഞാൻ അടുത്ത ദിവസം വീഡിയോയിലിടാവേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്